ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അങ്ങനെ നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന കേരളത്തിൽ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നു. അതിനൊപ്പം മഹാരാഷ്ട്രയും ജാർഖണ്ഡും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് അതൊക്കെ അതിനു മുമ്പ് എല്ലാവരും കാത്തിരുന്നത് പാലക്കാട് റിസൾട്ടാണ്. പാലക്കാട് റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറെ കണക്കുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതില് എനിക്ക് പോലും തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പാലക്കാട് നഗരസഭയിൽ കുറച്ചുകൂടി വോട്ട് BJPക്ക് പ്രതീക്ഷിച്ചു. അത് പ്രതീക്ഷിച്ചത്ര വോട്ട് പോലും BJPക്ക് നഗരസഭയിൽ കിട്ടിയില്ല എന്ന് മാത്രമല്ല, BJPയെ എക്കാലവും പിന്തുണച്ചുകൊണ്ടിരുന്ന മുത്താൻ സമുദായം ഉൾപ്പെടെ ഉള്ളവർ BJPയിൽ നിന്ന് UDFിലേക്ക് വോട്ട് കൊടുക്കുന്ന കാഴ്ച കണ്ടു. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിലെല്ലാം രാഹുൽ മാങ്കൂട്ടൻ ലീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ വിശദമായ കണക്കുകളിലേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ STP എടുത്ത നിലപാട്, STPയുടെ വർക്ക്, അവര് കൃത്യമായിട്ട് ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ചും അവര് പ്രചരണത്തിന് ഇറങ്ങിയതൊക്കെ കേരളത്തിൽ ചർച്ചയായതാണ്. അതൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ഉപകാരപ്പെട്ടു എന്ന് തന്നെ നമുക്കിത് പറയാം. അപ്പൊ നമുക്ക് ആദ്യം പാലക്കാട്ടെ കണക്കൊന്ന് പറഞ്ഞിട്ട് നമുക്ക് എല്ലായിടത്തെയും കണക്കുകൾ നോക്കി വിശദാംശങ്ങളിലേക്ക് വരാം. പാലക്കാട് NDA 39,520 വോട്ട് നേടി 2ാം സ്ഥാനം. LDF 37,348. 1000 വോട്ട് സരിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് LDFന് വർദ്ധിച്ചു. 30,000 അല്ലെങ്കിൽ 34,000 വോട്ടിലേക്ക് പോകേണ്ടതിന് 37,348 വോട്ടിലേക്ക് സരിൻ എത്തിച്ചു. UDF 58,240, അല്ലെങ്കിൽ ഒരു 60,000 എത്തും എന്നാണ് എന്റെ ഒരു കണക്ക്. 58-60 ആ ഒരു കണക്കായിരുന്നു എന്റെ. പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വന്നു. പക്ഷെ NDA 39-40-42 വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ അത് എത്തിയില്ല. അപ്പോ 18,724 വോട്ടിന്റെ ഭൂരിപക്ഷം, 12,000 ഒക്കെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം എത്തിച്ചു. അത് വലിയൊരു കാര്യമാണ്. ഈ ചേലക്കരയെ നോക്കുകയാണെങ്കിൽ LDF ചേലക്കരയിൽ 2021 39,400 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. പക്ഷെ 2024 ആയപ്പോഴത്തേന് 12,122 വോട്ടിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ UDFന് സാധിച്ചു. LDF 64,827 വോട്ട്, UDF 52,626 വോട്ട്, BJP 33,609 വോട്ട്. സുരേഷ് ഗോപി വിജയിച്ച സമയത്തൊക്കെ ചേലക്കരയിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു ഓളം ഉണ്ടായിരുന്നു. ചേലക്കരയിൽ വലിയ ഓളമൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും പക്ഷെ ആ ഒരു ഇമ്പാക്ട് ചേലക്കരയിൽ ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചില്ല. വയനാട് പ്രഡിക്റ്റബിൾ ആയിരുന്നു. പക്ഷെ വയനാട് 3,27,517 വോട്ടിന്റെ ഭൂരിപക്ഷം, വലിയ ഭൂരിപക്ഷമാണ്. ഇത്രയും ഭൂരിപക്ഷം ആരും പ്രതീക്ഷിച്ചില്ല. UDF 5,70,196 വോട്ട്, LDF 1,93,674, BJP 1,42,050. പാലക്കാടേക്ക് വരാം. പാലക്കാട് രാഹുൽ മാങ്കൂട്ടം വലിയ വിജയമാണ്. വലിയ വിജയം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ വിജയം, പൊളിറ്റിക്കൽ വിജയം എന്ന് തന്നെ പറയാം. BJPയുമായിട്ടുള്ള നേരിട്ടുള്ള ഫൈറ്റ്. RSSന്റെ സംസ്ഥാന നേതാക്കന്മാര്, മറ്റു ജില്ലയിലുള്ള RSSന്റെ പ്രവർത്തകര് രാവിലെ 6 മണി തൊട്ട് വീടാന്തരം കയറി വർക്ക് ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിയ STP നേതൃത്വവും പാലക്കാട് ജില്ലാ നേതൃത്വവും മറ്റ് പ്രവർത്തകരും പിറ്റേന്ന് മുതൽ ഒരു നോട്ടീസുമായിട്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി പറയുന്നു, ഇത് LDF BJP ഡീലാണ്, ഇവിടെ തൃശ്ശൂർ ആവർത്തിപ്പിക്കരുത്, രാഹുൽ മാങ്കൂട്ടം വിജയിക്കണമെന്ന് നോട്ടീസുമായിട്ട് കയറി ഇറങ്ങി പ്രചരണം നടത്തുന്നു. അതിന് STP ജില്ലാ നേതൃത്വവും ജില്ലയിലെ മറ്റ് മണ്ഡല നേതൃത്വങ്ങളും പ്രചരണം നടത്തുന്നു. 40,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകളെ പൂർണ്ണമായിട്ടും UDFിലേക്ക് കൊണ്ടുവരാൻ STP നേതൃത്വത്തിന് സാധിക്കുന്നു. അതുപോലെ തന്നെ മുത്താൻ സമുദായമടക്കമുള്ള ഹിന്ദു വോട്ടുകൾ വളരെ കൃത്യമായിട്ട് UDFിലേക്ക് എത്തുന്നു. ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് പോവാതെ അത് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDFിലേക്ക് എത്തുന്നു. നഗരസഭയിൽ വലിയ ഒരു 7,000-ഓളം വോട്ടുകളുടെ തകർച്ച BJPക്ക് ഉണ്ടാവുന്നു. നഗരസഭയിൽ രാഹുൽ മാങ്കൂട്ടൻ ലീഡ് ഉയർത്തിയപ്പോൾ തന്നെ നമുക്ക് ഉറപ്പായിരുന്നു പിന്നീട് പിയാരിയും മാത്തൂരും കണ്ണാടിയും ഒക്കെ കാത്തു വെച്ചിരിക്കുന്ന ഒരു എന്താ പറയാ തൃശ്ശൂർ പൂരത്തിന്റെ ക്ലൈമാക്സ് പോലെ അതിമനോഹരമായ ഒരു പാലക്കാടൻ ക്ലൈമാക്സിനാണെന്നുള്ള കാര്യം നമുക്കെല്ലാം ഉറപ്പായിരുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് പിയാരി എണ്ണിയപ്പോഴത്തേന് രാഹുലിന്റെ ഭൂരിപക്ഷം ഇങ്ങനെ ഉദിച്ചുയർത്ത് മേലോട്ട് പോവുകയാണ്. പിയാരിയില് LDFന് കുറച്ച് വോട്ട് കിട്ടുന്നു. അത് കഴിഞ്ഞ് മാത്തൂരെത്തുന്നു. മാത്തൂര് സർവാധിപത്യം രാഹുൽ, എല്ലായിടത്തും രാഹുലിന് മാത്രം ലീഡ്. 2ാം സ്ഥാനത്തേക്ക് അവിടെ മാത്രം ആ ഒരു പഞ്ചായത്തിൽ 2ാം സ്ഥാനത്തേക്ക് LDFന് വരുന്നു. പക്ഷെ മൊത്ത വോട്ടിൽ അന്നേരവും 3ാം സ്ഥാനത്തേക്ക് തന്നെയാണ് LDF നിന്നിരുന്നത്. പിയാരിയിലും മാത്തൂരും
കണ്ണാടി നമ്മൾ നോക്കേണ്ടതാണ്. കണ്ണാടിയിലെ LDFന് വോട്ടുകൾ കിട്ടിയെങ്കിലും കണ്ണാടിയിൽ പോലും ലീഡ് ഉയർത്താൻ രാഹുൽ മാങ്കൂട്ടത്തിനായെങ്കിൽ LDFിലെ ആളുകൾ അല്ലെങ്കിൽ LDFിന്റെ പൊളിറ്റിക്കൽ വോട്ടുകൾ, രാഷ്ട്രീയ വോട്ടുകൾ പലതും UDFിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. BJPക്ക് മറ്റ് നഗരസഭയ്ക്ക് പുറത്ത് ഒരിടത്തും കൃത്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ ഇലക്ഷന്റെ റിസൾട്ട് ഏതാണ്ട് പറയുമ്പോൾ തന്നെ ആഹ്ലാദ പ്രകടനങ്ങൾ ആരംഭിച്ചു. ആദ്യം SDPയുടെ ഒരു പ്രകടനമാണ് പാലക്കാട് തുടങ്ങിയത്. നഗരത്തിൽ നിന്ന് വിക്ടോറിയ കോളേജിന്റെ ഫ്രണ്ടിലൂടെ MP ഗോവിന്ദൻ മാഷ് പറയുന്ന കേട്ട് SDPI ആദ്യമേ ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. അത് SDPIക്ക് കൃത്യമായിരുന്നു ഇവിടെ BJPയെ തോൽപ്പിക്കണം എന്നുള്ള കാര്യം. അതുകൊണ്ട് അവർ വളരെ കൃത്യമായിട്ട് പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. അവര് കൃത്യമായിട്ട് പണിയെടുത്തു. ആ പണിയെടുത്തതിൽ അവര് സന്തോഷിക്കുന്നതാണ് നമുക്ക് പാലക്കാട് കാണാൻ സാധിച്ചത്. വോട്ടർമാർക്ക് അഭിവാദ്യങ്ങൾ. SDPI സിന്ദാബാദ്. പിന്നെ സന്ദീപ് വാര്യരുടെ വരവ് തന്നെ വർഗീയത പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടാണ് വന്നതെങ്കിൽ ഇത് സന്ദീപ് വാര്യരുടെ വിജയം എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും. കാരണം നഗരസഭയിലെ മുത്താൻ സമുദായത്തെ UDFിനൊപ്പം നിർത്തുന്നതിലെ സന്ദീപ് വാര്യരുടെ ഒരു വിജയം കണ്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം മുത്താൻ സമുദായമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ് സന്ദീപ് വാര്യർ. അത് കൃത്യമായിട്ട് BJP ഇത്രയും നാള് മുതലെടുത്തുകൊണ്ടിരുന്നു. BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ സന്ദീപ് വാര്യർക്കും സാധിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും രാഹുല് വലിയൊരു വിജയം തന്നെയായിരുന്നു. അത് ഷാഫിക്ക് കിട്ടിയതിനെക്കാട്ടിലും 5 ഇരട്ടി ഭൂരിപക്ഷം. പിന്നെ BJPക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുവേണ്ടി നിങ്ങൾക്ക് കിട്ടിയ അത്ര വോട്ട് അത് കൃത്യമായിട്ട് ശ്രീധരന്റെ വോട്ടായിരുന്നു. ഈ ശ്രീധരന് കിട്ടിയ വോട്ടുകളാണ്. ഇവിടെ പല രാഷ്ട്രീയ പാർട്ടിക്കാർക്കും കയറി ചെന്ന് വോട്ട് ചോദിക്കാൻ പറ്റാത്ത ഒരുപാട് ഫ്ലാറ്റുകളുണ്ട്, വില്ലകളുണ്ട്, അപ്പാർട്ട്മെന്റുകളുണ്ട്. അവിടെയൊക്കെ സാധാരണ രാഷ്ട്രീയക്കാർ അവിടെ സെക്യൂരിറ്റിയുടെ കയ്യിൽ നോട്ടീസ് കൊടുക്കുക അല്ലെങ്കിൽ വീട്ടുകാരെ പുറത്തുനിന്നാണ് കൊടുത്തിട്ട് വോട്ട് അഭ്യർത്ഥിച്ച് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ശ്രീധരന് അവിടെ എല്ലാം കഴിഞ്ഞോട്ട് ഒരു കസേര കിട്ടി. ആ കസേരയിൽ ഈ വട്ടം ഇരിക്കാൻ ശ്രീ കൃഷ്ണകുമാറിന് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞവട്ടം കിട്ടിയ വോട്ടുകളൊന്നും കൃഷ്ണകുമാറിന് കിട്ടിയില്ല. അത് നഗരപ്രദേശങ്ങളിൽ നിന്ന് തന്നെ കിട്ടിയില്ല എന്നുള്ളതാണ്. ഗ്രാമങ്ങൾ പൂർണ്ണമായിട്ടും UDFിനൊപ്പം നിന്നു. ഈ ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കര എന്താണ് സംഭവിച്ചത്? ചേലക്കരയിൽ കുറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതായത് CPMന് സ്ഥിരമായി കുത്തുന്ന ആളുകൾ പോലും ഒന്ന് മാറ്റി ഇപ്പുറത്തേക്ക് കുത്തുന്ന അല്ലെങ്കിൽ രമ്യക്ക് ഒരു വോട്ട് കൊടുക്കാം എന്നൊരു സിറ്റുവേഷനിലെത്തി. അവിടെ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ ഭൂരിപക്ഷം കുറഞ്ഞത് LDFിനെ സംബന്ധിച്ച് CPMനെ തന്നെ തിരിച്ചടി തന്നെയാണ്. അവിടെ CPMന്റെ 8 മന്ത്രിമാര്, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള 8 മന്ത്രിമാരെ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചതിന്റെ ഒക്കെ വിജയമാണ് കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ അവിടെ ഒരു 4000 വോട്ടുകളോളം DMKക്ക് കിട്ടി. അതിൽ ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടുന്ന വോട്ടുകൾ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കോൺഗ്രസിന് കിട്ടേണ്ടായിരുന്നു 4000 അല്ല, ക്ഷമിക്കണം, 2000 സംതിങ് വോട്ടുകളായിട്ട് 2000 സംതിങ് വോട്ടുകൾ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകളൊക്കെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതും കോൺഗ്രസിന്റെ തോൽവി അവിടെ ഉണ്ട്. വയനാട് പിന്നെ മറ്റൊന്നും സംഭവിച്ചില്ല. വയനാട്ടില് BJPയുടെ വോട്ടുകൾ കൃത്യമായിട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. CPMനോ അല്ലെങ്കിൽ LDFിന് കുറച്ച് വോട്ടുകൾ കുറഞ്ഞതായിട്ട് തോന്നുന്നു. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ ആ സർവാധിപത്യം അവർ സ്വീകരിച്ചു. എന്തായാലും പാലക്കാട് ഇലക്ഷൻ ഒരു പുതിയ ഊർജ്ജമാണ് കോൺഗ്രസിന് നൽകുന്നത്. അതുപോലെ തന്നെ പുതിയൊരു ഊർജ്ജമാണ് SDPIക്ക് നൽകുന്നത്. അത് പ്രത്യേകം പറയണം. SDPI ഒരു നിലപാടെടുത്ത് ആ നിലപാടിനെ വിജയിപ്പിക്കാൻ SDPIക്ക് സാധിച്ചു പാലക്കാട് മണ്ഡലത്തിൽ.